ഫലം എന്തായിരുന്നു? മുബാഹലയുടെ ഫലം എന്താകുമെന്നാണ് ഖാദിയാനികൾ പറഞ്ഞത്. അതാണ് ഇനി നമ്മൾ അടിവരയിടേണ്ടത്. ഖാദിയാനികളുടെ ഖലീഫയുടെ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഖാദിയാനികൾ പ്രചരിപ്പിച്ചത് എന്താണ്? അവരുടെ ലഘുലേഖകളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അവർ പ്രചരിപ്പിച്ചത് ഈ മുബാഹലയുടെ ഫലം അസത്യവാദികൾ ആരാണോ അവരുടെ ശാരീരികമായ ഉന്മൂലനമായിരിക്കും. അസത്യവാദികൾ ആരാണോ അവർ നശിക്കും, ശാരീരികമായി അവർ നശിക്കും എന്നതാണ് അവർ പ്രഖ്യാപിച്ചത്. പിന്നീട് നമ്മുടെ സലഫി മുബാല നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. മുബാലയിലെ പ്രാർത്ഥനാ രംഗങ്ങളെല്ലാം അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനോട് മുബാല ചെയ്യാനുള്ള അനുവാദം സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുബാല ആഹ്വാനം അഞ്ചുമണി ശായത്തുകാരുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഖലീഫ ചെയ്ത മുബാല യഥാർത്ഥ മുബാലയല്ല, ഖലീഫ പ്രാർത്ഥിച്ചു എന്നതിന് തെളിവില്ല. ഖുർആനിക മുബാല എന്ന് പറയുന്നത് രണ്ട് വിഭാഗവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് യഥാർത്ഥ ഖുർആനിക മുബാല എന്നും ആ മുബാലക്ക് ഖാദിയാനികൾ നിങ്ങൾ തയ്യാറാവണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും പ്രചണ്ഡമായ പ്രചാരവേലകൾ ചെയ്യുകയും ഉണ്ടായി. ചുരുക്കത്തിൽ ഈ രണ്ട് വിഭാഗവും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ് 989 മെയ് 28 കൊടിയത്തൂർ നടന്ന മുബാല. ഈ മുബാലയിൽ അസത്യവശം മുച്ചൂടും നശിക്കുമെന്ന് അഹമ്മദികൾ പറഞ്ഞു എന്ന പച്ചക്കള്ളമാണ് ഇവിടെ സലഫി തട്ടിവിടുന്നത്. ഇവരുടെ നേതാവ് പി അബ്ദുറഹ്മാൻ തന്നെ മുബാലയുടെ ഈ കാലാവധി 6 മാസ കാലാവധി പൂർത്തിയായ ശേഷം 989 ഡിസംബറിൽ പ്രബോധനത്തിൽ വ്യക്തമായ നിലയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഈ മുബാല കഴിഞ്ഞ ശേഷം കൊടിയത്തൂരിൽ നിന്നുള്ള 2 വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന് കത്തെഴുതിക്കൊണ്ട് കൊടിയത്തൂരിൽ നടന്ന മുബാലയുടെ ഫലം എന്തായിരിക്കുമെന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ എന്ന് ഇവരുടെ ഭാഗത്തുള്ള ഈ ഇശാഅത്ത് വശത്തുള്ള അവരുടെ തന്നെ ആളുകളായ 2 വ്യക്തികൾ എഴുതി ചോദിച്ചെന്നും അതിന് ഖലീഫ നൽകിയ മറുപടി മറഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹു ആണ് എന്നായിരുന്നു എന്ന് പി അബ്ദുറഹ്മാൻ തന്നെ ഈ കാലാവധി പൂർത്തിയായി 89 ഡിസംബർ മാസത്തിൽ പ്രബോധനത്തിൽ എഴുതുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് അഞ്ചുമണി ശാഅത്തിന്റെ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ സത്യത്തിനെതിരായിട്ടാണ് പിന്നീടും അതിന് മുമ്പും ഈ വിഭാഗക്കാർ വ്യാജ പ്രചരണം നടത്തുന്നത്. മുബാലയുടെ ഫലം അസത്യവശത്തിന്റെ ഉന്മൂലനമാണ് എങ്കിൽ ഇത് അഹമ്മദിയ ജമാഅത്തിന് ബാധകമല്ലേ? അഹമ്മദിയ ജമാഅത്താണ് അസത്യവശം എന്ന് പറയുന്ന നിങ്ങൾ മുമ്പോട്ട് വെച്ച നിങ്ങളുടെ നിബന്ധന അനുസരിച്ച് ഇതാണ് ഖുർആനിക മുബാല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെട്ട മുബാഹലക്ക് നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് നാശം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയം അവകാശപ്പെടുവാൻ നിങ്ങൾക്ക് എന്തൊരു ന്യായമാണുള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനോട് മുബാല കാല അവധിക്കകം എഴുതി ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി മറഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹു ആണ് എന്നാണെന്ന യാഥാർത്ഥ്യം അറിഞ്ഞോ അറിയാതെയോ ഈ റഫീഖ് സലഫിയുടെ പക്ഷത്തുള്ള മുബാലയുടെ മുഖ്യ സംഘാടകനായ അഞ്ചുമണി ശാഅത്തിന്റെ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ തന്നെ പ്രബോധനത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ ഈ പറഞ്ഞ സലഫി കളവിന്റെ അംബാസിഡറാണ് എന്നാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. മുബാല ആഹ്വാനം പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം മുസ്ലിം പണ്ഡിതന്മാരൊക്കെ മരിച്ചപ്പം അതൊക്കെ മുബാലയുടെ ഫലമാണെന്ന് അഹമ്മദിയ ജമാഅത്ത് പറഞ്ഞു എന്ന പച്ചക്കള്ളമാണ് ഇവിടെ റഫീഖ് സലഫി ജൽപ്പിക്കുന്നത്. മുബാല കാലത്ത് ആളുകൾ മരിക്കില്ല എന്ന് ആര് പറഞ്ഞു? അഹമ്മദിയ ജമാഅത്തോ അതിൻ്റെ ഇമാമ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആരുടെങ്കിലും മരണത്തെ അന്യായമായ നിലയിൽ മുബാലയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള യാതൊരു പ്രസ്താവനയോ ലിഖിതങ്ങളോ അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കള്ളമാണ് അദ്ദേഹം പറയുന്നത്.
മുബാല ചെയ്ത ശേഷം വല്ലവരും ആ നിശ്ചിത കാലയളവിൽ മരണപ്പെടുകയാണ് എങ്കിൽ അത് മുബാലയുടെ ഫലമാണ് എന്ന് രണ്ടു കൂട്ടർക്കും വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ദിയാഉൽ-ഹക്കിന്റെ കാര്യം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. മുബാല ലഘുലേഖ പബ്ലിഷ് ചെയ്ത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ആൾക്ക് പ്രത്യേകമായി മുബാലയുമായി യാതൊരു ബന്ധവുമില്ല. മുബാലയുമായി ബന്ധമുണ്ടാവണമെങ്കിൽ മുബാല നടന്നിരിക്കണം. അപ്പോൾ ഈ മുബാലയുടെ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ അന്നത്തെ കേരള അമീറായിരുന്ന സിദ്ദീഖ് അമീർ അലി സാഹിബും അതേപോലെ കേരളത്തിൽ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. അത് സലഫി തന്നെ പറഞ്ഞല്ലോ ഇവിടെ. ഈ മരണങ്ങൾ യാതൊരു വിധേനയും മുബാലയുമായി ബന്ധിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരിക്കലും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള മരണങ്ങൾ, മനുഷ്യൻ മരിക്കും, അവർ മരിക്കില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുണ്ടോ? മുബാല ചെയ്ത ശേഷം ആ മുബാലയിൽ ഉൾപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ ആ മരണം നിശ്ചിത കാലയളവിലാണെങ്കിൽ മുബാലയുടെ ഫലമാണെന്ന് നമുക്ക് പറയാം. ദിയാഉൽ-ഹക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞു താക്കീത് നൽകപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ മരിച്ചപ്പോൾ അഹമ്മദിയ ജമാഅത്ത് അങ്ങനെ പറഞ്ഞു എന്ന ഒരു കള്ളം പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് അമീർ അലി സാഹിബിന്റെ മരണത്തെ മുബാലയുമായി ബന്ധിപ്പിക്കുവാനുള്ള വിഫലമായ ശ്രമമാണ് ഇവിടെ, അന്യായമായ ഒരു ശ്രമമാണ് ഇവിടെ സലഫി നടത്തുന്നത് എന്നാണ് ആ വിഷയത്തെ പറ്റി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മാത്രമല്ല മുബാഹലയുടെ ഫലം വരാൻ 6 മാസത്തെ കാലാവധിയാണ് ഖാദിയാനികൾ പ്രഖ്യാപിച്ചത്. അങ്ങനെ 6 മാസം കഴിഞ്ഞു, കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. ഖാദിയാനികളുടെ അനുയായികൾ അവരോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, അല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ ഖലീഫയുടെ ആഹ്വാനപ്രകാരം നടത്തിയ മുബാഹലയല്ലേ, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ ഖാദിയാനികൾ അനുയായികളെ തൃപ്തിപ്പെടുത്തിയത് എന്ത് പറഞ്ഞിട്ടാണെന്നോ, സത്യത്തിൽ 1 വർഷമാണ് കാലാവധി, പിന്നെ മുസ്ലിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് നമ്മൾ 6 മാസമാക്കിയത്, അതുകൊണ്ട് 1 വർഷം വരെ കാത്തിരിക്കണമെന്നാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, കാര്യമായ ഒന്നും നടക്കുന്നില്ല, ഒരു സംഭവവും നടക്കുന്നില്ല. ഇവർ പറയുന്നത് പോലെ ശാരീരികമായ ഉന്മൂലനം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന അമീർ ബ്രിട്ടനിലെ ഖലീഫക്ക് കത്തെഴുതി. എന്താ എഴുതിയത്? ശത്രുക്കൾ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ, മുബാഹലയുടെ ഫലമായി ശത്രുക്കൾ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ. പിന്നീട് 6 മാസ കാലാവധി വെച്ചതിനെ സംബന്ധിച്ചും ഇവിടെ റഫീഖ് സലഫി വ്യാജമായ പ്രചരണമാണ് നടത്തുന്നത്. അദ്ദേഹം ആദ്യമായി ഖാദിയാനികൾ പ്രഖ്യാപിച്ച അത് 6 മാസമാണെന്ന് പറയുകയും അവസാനം അദ്ദേഹം തന്നെ തിരുത്തുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ മുബാഹല ആഹ്വാനത്തിൽ 1 വർഷത്തിനുള്ളിൽ എന്നുള്ളതായിരുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള കാലാവധി. ഉഭയകക്ഷി ചർച്ചയിൽ പല കാര്യത്തിലും അഞ്ചുമൻ ഇശാഅത്ത് വിഭാഗം വൈദി മാറിക്കൊണ്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള പല അടവുകളും പയറ്റുകയും അവസാനം എല്ലാ നിബന്ധനകളും ഏറെക്കുറെ 2 വിഭാഗവും തമ്മിൽ അംഗീകരിച്ച് എഴുതി കഴിഞ്ഞ ശേഷം കാലാവധിയെ സംബന്ധിച്ച ചർച്ച വന്നപ്പോൾ ഞങ്ങൾക്ക് ഖലീഫ പറഞ്ഞ 1 വർഷ കാലാവധി സ്വീകാര്യമല്ല, 6 മാസ കാലാവധി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ സലഫിയുടെ വശമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതറിയാതെ തന്നെ അദ്ദേഹം അടുത്ത വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ നീചമായ കളവുകൾ നമ്മുടെ സലഫി വീണ്ടും ആവർത്തിക്കുകയാണ്. മുബാല കാലാവധി കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ അമീർ ഖലീഫക്ക് കത്തെഴുതി എന്നാണ് ഇദ്ദേഹം ജൽപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് അള്ളാഹുവിൽ വിശ്വാസമില്ലേ? പരലോകത്തിലും വിചാരണയിലും വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഈ മുസ്ലിം മൗലവി പണ്ഡിത വേഷധാരി ഇത്തരത്തിലുള്ള വ്യാജം എങ്ങനെ പ്രചരിപ്പിക്കും? മുബാല 2 കൂട്ടരും ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിക മുബാഹല തങ്ങൾ പറയുന്നതാണ് എന്ന് വ്യക്തമായി നിരന്തരമായി പ്രോപ്പഗണ്ട നടത്തിക്കൊണ്ട് തങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മുബാലക്ക് അഹമ്മദിയ ജമാഅത്ത് തയ്യാറാവണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2 വിഭാഗവും ഒരേപോലെ ഒരേ ഉത്തരവാദിത്വത്തിൽ നടത്തിയ മുബാലയാണിത്. ഇത് അഹമ്മദിയ ജമാഅത്ത് ഏകപക്ഷീയമായി എന്തെങ്കിലും പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം അടിസ്ഥാനരഹിതമായ കാര്യമാണ്.
അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫക്ക് ഇവിടുത്തെ അമീർ ചത്തൊടുങ്ങിയിട്ടില്ലല്ലോ എന്ന് കത്തെഴുതി എന്നാണ് ഈ മനുഷ്യൻ ഏൽപ്പിക്കുന്നത്. മുബാരയുടെ സമയത്ത് അനഹമ്മദി വിഭാഗം, ഈ ലോക മുസ്ലിം എന്ന് പറയുന്ന സലഫിയുടെ വിഭാഗത്തിൽ നിന്നുള്ള 2 വ്യക്തികൾ അടയാളം എന്തായിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഖലീഫക്ക് എഴുതിയ കത്തിന്റെ മറുപടി നമ്മൾ പറഞ്ഞു. പ്രബോധനത്തിൽ പി അബ്ദുറഹ്മാൻ തന്നെ രേഖപ്പെടുത്തിയ കാര്യം. അപ്പോൾ മറഞ്ഞ കാര്യം അറിയുന്നത് അള്ളാഹു ആണ് എന്നാണ് ഖലീഫ പറഞ്ഞിട്ടുള്ളത്. എന്നിരിക്കെ പിന്നെ ചത്തൊടുങ്ങുമെന്ന് അഹമ്മദിയ വിഭാഗം പറഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റത്തെ കളവും കറ്റുകെട്ടുമാണ് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുക. അപ്പോഴെന്താ ചെയ്തതെന്നറിയോ? അമീർ ഖുത്ബയിലൂടെ പറഞ്ഞു, ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ മുബാഹലയുടെ ഫലം വന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇവർ കാണുന്നില്ലേ, കേരളത്തിൽ വളരെ പ്രമുഖരായ 3 മുസ്ലിങ്ങൾ അവർ അഹമ്മദികളായി മാറിയിരിക്കുന്നു എന്ന പച്ച നുണ ഖാദിയാനികളുടെ ഖലീഫ മിമ്പറിലൂടെ ഖുത്ബയിലൂടെ പറയാൻ തുടങ്ങി. പിന്നെ സലഫി പറയുന്നത് ഇത്രമാത്രം ബീഭത്സമായ കള്ളമാണ്, ആരോപണമാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം കൊടിയത്തൂർ മുബാലയുടെ കാലപരിധി കഴിഞ്ഞ ശേഷം കൊടിയത്തൂർ മുബാലയെ സംബന്ധിച്ച് ഉള്ള വിശദീകരണം എന്ന നിലയിൽ കുത്തുബ നിർവഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ കുത്തുബയിൽ ഈ മുബാലയെ സംബന്ധിച്ചും താൻ പ്രഖ്യാപിച്ച മുബാലയുടെ ഫലങ്ങളും കൊടിയത്തൂർ മുബാലയുടെ പശ്ചാത്തലവും എല്ലാം തന്നെ വിശദമായി വിവരിച്ച ഒരു കുത്തുബയാണ്. ആ കുത്തുബയിൽ മുബാലയുടെ ഈ 6 മാസ കാലയളവിൽ 21 വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 പ്രമുഖ വ്യക്തികളെ പ്രത്യേകമായി തന്നെ ഖലീഫക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ് അമീറുൽ മുഅ്മിനീൻ എടുത്തു പറഞ്ഞത്. ഇത് പച്ച കള്ളമാണ് എന്നാണ് ഇവിടെ ഈ സലഫി ജൽപ്പിക്കുന്നത്. കൃത്യമായ നിലയിൽ ആ 3 പേരെന്ന് പറയുന്നത് സിമിയുടെ അന്നത്തെ നിർവാഹക സമിതി അംഗമായിരുന്ന PA മുഹമ്മദ് സലീം സാഹിബ് കൊടുങ്ങല്ലൂർ, മറ്റൊന്ന് ഇന്ന് നിലവിൽ കോഴിക്കോട് പുത്തൂർ മഠം എന്ന് പറയുന്ന കോഴിക്കോടിനടുത്തുള്ള പുത്തൂർ മഠം ജമാഅത്തിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് KM മുഹമ്മദ് റഫീഖ് സാഹിബ്. 3-ാമത്തെ വ്യക്തി ഈ കൊടുങ്ങല്ലൂരിലെ PA മുഹമ്മദ് സലീം സാഹിബിന്റെ ആത്മമിത്രമായ മൗലവി യൂസുഫ് സാഹിബ്. ഈ 3 വ്യക്തികളെ സംബന്ധിച്ചായിരുന്നു ഖലീഫ തിരുമനസ് പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 വ്യക്തികളും അഹമ്മദിയ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തു എന്ന് മാത്രമല്ല നിരവധി സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് വിട്ടുപോയ വ്യക്തിയാണ് PA മുഹമ്മദ് സലീം സാഹിബ്. പച്ചയായ ഈ യാഥാർത്ഥ്യത്തെ പെരുത്തുകൊണ്ടാണ് ഈ നാണവും മാനവും ഇല്ലാതെ ഈ മൗലവി ഇത് ഖലീഫ കള്ളം പറഞ്ഞതാണെന്ന് ജൽപ്പിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ എടുത്തു പറഞ്ഞ ഈ 3 വ്യക്തികൾ സുദീർഘമായ അഹമ്മദിയ ജമാഅത്തിന് സേവനം ചെയ്തു. PA മുഹമ്മദ് സലീം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ അടുത്ത ബന്ധു കൂടിയായിരുന്നു. അദ്ദേഹം കേരളത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും എല്ലാം തന്നെ ദീർഘകാലം ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. മറ്റൊന്ന് അതുപോലെ തന്നെ ദീർഘകാലം കോഴിക്കോട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ബുക്ക് സ്റ്റാൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ ജമാഅത്ത് ആശ്ലേഷണത്തിന് കാരണക്കാരനായ ഒരു മഹാവ്യക്തിത്വമാണ്. ഇന്നും ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് 3-ാമതായി പറഞ്ഞ KM അബ്ദുൾ റഫീഖ് സാഹിബ്. അപ്പോൾ പരമമായ ഒരു സത്യം അമീറുൽ മുഅ്മിനീൻ എടുത്തു കാണിച്ചത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് നാണമില്ലാതെ ഈ മൗലവി ജൽപ്പിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് എറണാകുളം ജില്ലാ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അമീറായ സഹോദരൻ അബൂബക്കർ സാഹിബ്, നിലമ്പൂരിലെ കരുളായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അമീർ സിദ്ദീഖ് സാഹിബ്, ഇവരെല്ലാം തന്നെ ഈ മുബാല കാലയളവിൽ ബയ്യത്ത് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. മാത്രമല്ല, കൊടിയത്തൂർ മുബാലയ്ക്ക് ശേഷം 14 പുതിയ ജമാഅത്തുകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കൊടുവായൂർ, പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ, തൃശ്ശൂർ ജില്ലയിൽ ആളൂർ, കൊടുങ്ങല്ലൂർ, മലപ്പുറം ജില്ലയിൽ എടപ്പാൾ, മഞ്ചേരി, പെരിന്തൽമണ്ണ,
എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി, കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടം, പുത്തൂർമഠം, കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം, കൊല്ലം ജില്ലയിൽ പത്തനാപുരം, കണ്ണൂരിൽ മാഹി, വയനാട്ടിൽ കമ്പളക്കാട്, അമ്പലവയൽ. കൂടാതെ AP വിഭാഗത്തിൽ നിന്ന് ഹിദായത്തുള്ള ഖാൻ സഖാഫി, അങ്ങനെ നിരവധി പ്രമുഖ വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സലഫി ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സലഫി ഈ കാര്യം എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഈ പേരുകൾ ഇവിടെ പറയാൻ ഇടയായിട്ടുള്ളത്. മുള്ളൂർക്കര മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ, കോഴിക്കോട് പട്ടണത്തിൽ തന്നെ വിവിധ മുജാഹിദ് പള്ളികളിൽ ഖത്തീബായി പ്രവർത്തിച്ച പടന്ന അബ്ദുറഹീം സാഹിബ് ബാക്കവി, പെരുമ്പാവൂരിലെ ഹംസ ബാക്കവി, അങ്ങനെ നിരവധി മുജാഹിദ് പ്രസ്ഥാനത്തിലെയും സുന്നിയിലെയും നിരവധി പ്രമുഖ വ്യക്തികൾ ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 300-400 വ്യക്തികളെങ്കിലും അഹമ്മദിയ ജമാഅത്തിൽ മുബാഹലയ്ക്ക് ശേഷം ബയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഈ മുബാഹലയുടെ ഫലം? മുസ്ലിം സമൂഹത്തിന് വലിയ ഫലം നൽകിയ, വലിയൊരു വിജയം നൽകിയ മുബാഹലയായിരുന്നു ഇത്. അത് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖാദിയാനികളിൽപ്പെട്ട യുവാക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവരുടെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. യുവാക്കൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, നേതാക്കൾക്ക് വിശദീകരിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഖലീഫ മുബാഹല ആഹ്വാനം ചെയ്തത്, എന്നിട്ട് എന്താണ് അതിൻ്റെ ഫലമുണ്ടാകാത്തത്, എന്താണ് ശാരീരികമായ ഉന്മൂലനമുണ്ടാകാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വിശദീകരണം നൽകി തൃപ്തിപ്പെടുത്താൻ സാധ്യമായില്ല. മാത്രമല്ല, നേതൃത്വത്തിൻ്റെ വിശദീകരണത്തിൽ തൃപ്തി ലഭിക്കാത്തത് കൊണ്ട് അന്ന് തന്നെ 3 പേര് കൊടിയത്തൂരിൽ വെച്ച് ഖാദിയാനിസം വിട്ട് ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നു. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സ്വദേശിയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സലഫിയെ ഉണർത്തുകയാണ്. അഹമ്മദിയ ജമാഅത്തിൽ നിന്ന് പുറത്തു ചാടിയ ഏതെങ്കിലും ഒരാളുകളെ ഉണ്ടെങ്കിൽ കൊടിയത്തൂരിൽ കൊണ്ടുവരുന്നുകൊണ്ട് സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിക്കുന്നവരാണ് ഈ 5 മനുഷ്യായത്തുകാർ. നിരവധി സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് കൊടിയത്തൂരിൽ നിന്ന് 3 പേര് പോയി എന്ന് പറഞ്ഞിട്ട് ആളുകളെ അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ട് വേദിയിൽ കയറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ കൊടിയത്തൂരിൽ നിന്ന് ആളുകൾ പോയി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പേര് വ്യക്തമാക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. പലവരും പോയിട്ടുണ്ട് എങ്കിൽ അവർ അഹമ്മദിയ വിശ്വാസത്തിൽ നിന്നുള്ള വിടുതലാണ് എന്ന് എന്തുകൊണ്ട് കൊടിയത്തൂരിലെ വേദിയിൽ കയറിക്കൊണ്ട് പറയുവാനും അങ്ങനെ പറയിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമാണ്. എന്നാൽ കൊടിയത്തൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഏറെ ബന്ധമുള്ള വ്യക്തികൾ, മുക്കം എന്ന തൊട്ടടുത്ത പ്രദേശത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ 2 പള്ളിയുടെ ചുമതലക്കാരായ വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. പരിസര പ്രദേശത്തിൽ നിന്നെല്ലാം തന്നെ നിരവധി പേർ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ജമാഅത്തെ അഹമ്മദി വിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരെ പേര് വ്യക്തമാക്കുവാനോ കൊടിയത്തൂരിലെ വേദിയിൽ കയറ്റിക്കൊണ്ട് അവരോട് ആ കാര്യം പറയിപ്പിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്നാൽ അഹമ്മദിയ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തിട്ടുള്ള വ്യക്തികൾ സജീവമായ നിലയിൽ തന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു പ്രബോധകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ കുടുംബം, മുക്കത്തെ ഏറ്റവും വലിയ പ്രമുഖ കുടുംബമായ മുക്കം മുസ്ലിം അനാഥശാലയുടെ പ്രധാന ശില്പികളായ വയലിൽ കുടുംബത്തിൽപ്പെട്ട വ്യക്തി, ഇങ്ങനെ നിരവധി വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിന്റെ ഭാഗമാണെന്ന് സലഫി താങ്കൾക്ക് ആരെയെങ്കിലും കിട്ടുമെങ്കിൽ കൊടിയത്തൂരിലേക്ക് വരാം. വിനീതന് ഈ കൊടിയത്തൂരിൽ നിലവിലുള്ള വ്യക്തിയാണ്. താങ്കൾക്ക് സാധ്യമല്ല. കൊടിയത്തൂരിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാവും. എന്തോ അറബിക് ഡെസ്കിന്റെ മേധാവി, പത്രാധിപർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അസം മഹമ്മൂദ് അഹ്ദ എന്ന ഒരാളെ പറ്റി ഇദ്ദേഹം പറയുകയാണ്.
അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇമാം 1988 ജൂൺ 10 മുബാല ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അഹമ്മദിയ ജമാഅത്ത് 100-ൽ പരം രാജ്യങ്ങളിലായിരുന്നു സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. പ്രിയ സലഫി, ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് 213 രാജ്യങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു. AP വിഭാഗത്തിന്റെ പത്രമായ സിറാജി നൈജീരിയ കാദിയാനിസത്തിന്റെ കളിത്തൊട്ടിലായി മാറിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. AP വിഭാഗത്തിന്റെ തന്നെ വിദ്യാർത്ഥികളുടെ പത്രമായ ഇഷാര പത്രത്തിൽ ആഫ്രിക്കയിൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വാർത്ത കൊടുത്തു. ആ വാർത്തയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ അഹമ്മദിയ ജമാഅത്തിന്റെ അന്നത്തെ ഇമാം ഈ മുബാല പ്രഖ്യാപിച്ച മിർസ താഹിർ അഹമ്മദ് സാഹിബും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അന്റെ ശിഷ്യന്മാരായ അഹമ്മദികളുടെ ചിത്രവുമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ എല്ലാം തന്നെ അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായി. മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ ഇന്റർനാഷണൽ എന്ന ആഗോള ഇസ്ലാമിക പ്രബോധന ചാനൽ 9 ചാനൽ ലോകാടിസ്ഥാനത്തിൽ നിന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100ഓളം വിശുദ്ധ ഖുർആൻ ഭാഷകൾ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ മുബാലക്ക് ശേഷം പ്രസിദ്ധീകരിച്ചു. ബോസ്നിയ എന്ന രാജ്യം, ആ ജനത സെർബിയയുടെ പീഡനമുണ്ടായപ്പോൾ ആ ബോസ്നിയക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ടത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തായിരുന്നു. അറബ് രാജ്യങ്ങൾ, അസ്വാതന്ത്ര്യത്തിന്റെ ഇരുമ്പ് മറക്കുള്ളിൽ കഴിഞ്ഞിരുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE, യമൻ, സുഡാൻ, അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലേക്ക് വ്യക്തികൾ ബയ്യത്ത് ചെയ്തു വന്നു എന്ന് മാത്രമല്ല, അവരിൽപ്പെട്ട ചില ആളുകൾ അവിടുത്തെ ഭരണകൂടം ജയിലടക്കുകയുണ്ടായി. സൗദി അറേബ്യയിലുള്ള അഹമ്മദികൾ ഖാദിയാനിലെ വാർഷിക ജൽസയിൽ പങ്കെടുത്തത് ഇബ്നീദനടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. UAE-യിൽ നിന്ന് ബയ്യത്ത് ചെയ്ത അബ്ദുൽ ലത്തീഫ് എന്ന പേരായ സഹോദരൻ ഫലസ്തീനിലെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇമാമിന്റെയും മുബല്ലിഗിന്റെയും കൂടെ ഈ കൊടിയത്തൂരടക്കം കേരളം പല ഭാഗങ്ങളും സന്ദർശിക്കുകയുണ്ടായി. എന്തിനു പറയുന്നു? എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വിവര ശേഖരണത്തിന്, വിജ്ഞാന സമ്പാദനത്തിന്റെ നാം ഉപയോഗിക്കുന്നു ഗൂഗിൾ, വിക്കിപീഡിയ. താങ്കൾക്ക് ഗൂഗിൾ അടിക്കാം, ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ എന്നടിച്ചാൽ ഇസ്ലാം എന്ന് താങ്കൾക്ക് ലഭിക്കും. ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇസ്ലാമിക് സെക്ടർ എന്ന് നിങ്ങൾ അടിക്കുകയാണ് എങ്കിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അൽമനാർ പത്രം വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള അഹമ്മദിയ ജമാഅത്തിനാണെന്ന് 2015 അൽമനാർ പത്രം രേഖപ്പെടുത്തിയത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരാ ഞങ്ങളുടെ കയ്യിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മുബാല ലോക മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന സലഫി ഉൾപ്പെടെയുള്ള മുസ്ലിം വിഭാഗങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? മുബാരക്ക് നേതൃത്വം കൊടുത്ത മുഹമ്മദ് സലഫിയുടെ മുജാഹിദ് പ്രസ്ഥാനം 8 നിലയിൽ പൊട്ടിക്കൊണ്ടിരുന്ന് പരസ്പരം ശിർക്ക് ആരോപിക്കുന്നു, കുഫർ ആരോപിക്കുന്നു. ഈ സലഫി ഉൾക്കൊള്ളുന്ന ജിന്നി വിഭാഗത്തെ സംബന്ധിച്ച് നവയാഥാസ്ഥികരെന്നും ശിർക്കും വസീലത്തു ശിർക്കും കൊണ്ടു നടക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ പ്രബോധനം, നിരന്തരമായ പ്രോപ്പഗണ്ടയും പരസ്പരമുള്ള വാദപ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് കണ്ണുള്ള ആൾക്കും കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. എന്നിട്ടാണ് അഹമ്മദിയ ജമാഅത്ത് നശിച്ചുപോയി, തങ്ങൾ പുരോഗതിപ്പെടുകയാണെന്നാണ് പറയുന്നത്. മുസ്ലിം ലോകത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ എത്രമാത്രം വേദനാജനകമാണ് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് തങ്ങൾക്കാണ് മുബാലയുടെ അനുഗ്രഹം ഉണ്ടായതെന്ന് ജലിപ്പിക്കുവാൻ ഇത്തരം ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു രസകരമായ സംഭവം. ഇപ്പം മുഹമ്മദ് മദനിയെ പറ്റിയുള്ള അനുസ്മരണമാണല്ലോ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ കൊടിയത്തൂരിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ റഫീഖ് സലഫി വിഷ്ണു എന്ന് പറയുന്ന ജിന്നി വിഭാഗത്തിന്റെ ഒരു വക്താവാണെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. മുഹമ്മദ് സലഫി KNM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് മദനിയുടെ നാട്ടിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്
ജിന്നി വിഭാഗത്തിന്റെ നേതാവായിരുന്ന ബഷീർ സലഫി പൂളപ്പയിൽ കൊടിയത്തൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അപ്പുറം നിവസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്കൂൾ അധ്യാപകനാണ്. ജിന്നി വിഭാഗത്തിന്റെ വക്താവായിക്കൊണ്ട് മുഹമ്മദ് മദനിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുബാഹലക്ക് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ നിരവധി യൂട്യൂബിൽ ഈ മുജാഹിദ് വിഭാഗങ്ങൾ പരസ്പരം മുബാഹലക്ക് ക്ഷണിക്കുകയും മുബാഹലയെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ലഭ്യമാണ്. അതിലൊരു ക്ലിപ്പിൽ ഒരു വിഭാഗക്കാരൻ പറയുകയാണ്, ഞങ്ങളെ മുബാഹലക്ക് വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, മുബാഹല നടത്തേണ്ടത് മുസ്ലിമീങ്ങളും തമ്മിലാണ്, എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ മറുഭാഗം മുസ്ലിങ്ങളല്ല എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പരസ്പരം മുബാഹല നടത്തുന്ന ഒരു പരുവത്തിലേക്ക് കൊടിയത്തൂരിൽ സത്യവിശ്വാസികളുമായി മുബാഹലക്ക് മുന്നണിയിൽ നിന്ന മുഹമ്മദ് മദനിയുടെ പ്രസ്ഥാനത്തിന് അത്തരമൊരു അവസ്ഥ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഹസ്രത്ത് മിർസ താഹിർ അഹമ്മദ് സാഹിബ് 1888 ജൂൺ 10 മുബാഹല പ്രഖ്യാപിക്കുവാൻ ഇടയായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ചും ഇവിടെ ഒന്ന് വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുകയാണ്. കാരണം നമ്മുടെ സലഫി മുബാഹലയുടെ പശ്ചാത്തലം കുറേയേറെ വികലമായ നിലയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം മുബാഹല പ്രഖ്യാപനത്തിന്റെ ചില സാഹചര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരർത്ഥ സത്യമാണ്. ചില കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ട് ജനറൽ സിയാഉൽ-ഹഖ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ വിചിത്രമായ ഒരു ഓർഡിനൻസ് ആണ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇസ്ലാമിന്റെ മുഴുവൻ മൗലിക കാര്യങ്ങളും പരിപൂർണമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അഹമ്മദി മുസ്ലിമീങ്ങൾ പാകിസ്ഥാന്റെ സംസ്ഥാപനത്തിലും പുരോഗതിക്കും തുല്യതയില്ലാത്ത പങ്ക് വഹിച്ച ഒരു ജനവിഭാഗമാണ്. അങ്ങനെയുള്ള അഹമ്മദി മുസ്ലിമീങ്ങൾക്ക് സിയാഉൽ-ഹഖിന്റെ ഓർഡിനൻസ് മുഖേന തങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന ഒരു നിയമനിർമ്മാണം, ഒരു ഭരണകൂടം ഒരു മതവിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം അനുഷ്ഠിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുക എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ലോകത്തൊരിടത്തും നടപ്പില്ലാത്ത ഒരു കാര്യമാണ്. മുസ്ലിമീങ്ങളായ ഇസ്ലാമിന്റെ മുഴുവനും കാര്യങ്ങളും വിശ്വസിക്കുന്ന അഹമ്മദി മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ചിഹ്നങ്ങൾ ആചരിക്കുവാൻ വിലക്കേർപ്പെടുത്തുക. ഇവിടെ മുസ്ലിങ്ങൾ ഒരുപാട് വിഭാഗക്കാരുണ്ട്, ഷിയാ വിഭാഗക്കാരുണ്ട്. പ്രവാചകർക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് അലിയാർക്കായിരുന്നു അർഹത എന്നും അദ്ദേഹത്തിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്ന് പോലും വിശ്വസിക്കുന്ന ഷിയാ വിഭാഗക്കാരുണ്ട്. ഓരോരുത്തർക്കും തങ്ങളുടെ വിശ്വാസം പുലർത്തുവാനുള്ള അവകാശം UN മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് മാത്രമല്ല, UN മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പരിശുദ്ധ ഖുർആൻ തന്നെ അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു ഭരണകൂടം ഇടപെടുക എന്നുള്ളത് തന്നെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യമാണ്. ഇവിടെ നടന്നത് മാത്രമല്ല, ചുരുക്കത്തിൽ അഹമ്മദിയ പ്രസ്ഥാനത്തിനും അതിൻ്റെ ഇമാമിനുമെതിരായി ഒരുപാട് കള്ളപ്രചാരവേദകൾ നടക്കുകയും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെതിരായിട്ട് വ്യാജമായ നിലയിൽ ഒരു കൊലക്കുറ്റം ആരോപിക്കപ്പെടുകയും അവസാനം അദ്ദേഹം ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ അസ്ലം ഖുറൈശി എന്ന് പേരായ ഒരു വ്യക്തി പാകിസ്ഥാനിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തിയെ കൊല്ലിച്ചത് ഖാദിയാനി ഖലീഫയാണെന്ന് പ്രചണ്ഡമായ പ്രചാരണത്തിന് പാകിസ്ഥാൻ ഭരണാധികാരിയായ ജനറൽ സിയാഉൽ-ഹഖ് തന്നെ നേതൃത്വം നൽകുകയും അസ്ലം ഖുറൈശിയെ ഖാദിയാനികൾ കൊല്ലിച്ചിരിക്കുന്നു, അതുകൊണ്ട് വലിയ ഇസ്ലാമിക സേവകനായ അസ്ലം ഖുറൈശിയുടെ കുടുംബത്തെ സഹായിക്കുവാൻ ധനശേഖരണം നടത്തണമെന്ന് സിയാഉൽ-ഹഖ് തന്നെ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ പിരിച്ചെടുത്ത പണം
അദ്ദേഹത്തിന്റെ വിധവക്കും സന്തതികൾക്കും നൽകുന്ന ചടങ്ങ് നേരിട്ട് സിയാവിലേക്ക് വന്നുകൊണ്ട് തന്നെ ആ ഒരു കർമ്മം നിർവഹിച്ചു. അങ്ങനെ അസ്ലം ഖുറൈശിയുടെ ഘാതകനാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം എന്ന് വരുത്തുവാൻ വേണ്ടി മൂർത്തമായ ഒരു തെളിവ് കൃത്രിമമായി ഉണ്ടാക്കുവാനുള്ള പദ്ധതി, അതായത് ഒരു മാപ്പുസാക്ഷിയെ സൃഷ്ടിക്കുകയും ആ വ്യക്തിയെ കൊണ്ട് മൊഴി നൽകിപ്പിക്കുകയും താനാണ് മിർസ താഹിറിന്റെ നിർദ്ദേശമനുസരിച്ച് അസ്ലം ഖുറൈശിയെ കൊന്നിട്ടുള്ളത്, അദ്ദേഹത്തിന് ജഡമിതാ ഇന്നിടത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡം കുഴിച്ചെടുത്തത് അസ്ലം ഖുറൈശിയുടെ ജഡമാണെന്ന് പ്രഖ്യാപിക്കുകയും അഹമ്മദിയ ഇമാമിന്റെ നിർദ്ദേശമനുസരിച്ച് താനാണ് അത് ചെയ്തതെന്നൊരു വ്യക്തി മാപ്പുസാക്ഷിയായി മൊഴി നൽകിക്കൊണ്ട് ഇന്റർപോൾ മുഖേന ഈ വ്യാജമായ വധ ആരോപണത്തിന്റെ പേരിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ അറസ്റ്റ് ചെയ്തു ജയിലടക്കുവാനുള്ള അന്തിമമായ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചുകൊണ്ട്, അതിന്റെ മുമ്പ് പാകിസ്ഥാൻ ഗവൺമെന്റ് അഹമ്മദിയ ജമാഅത്തിനെതിരിൽ ദുരാരോപണങ്ങളുടെ ഒരു വലിയ ശൃംഖല ഉൾക്കൊള്ളുന്ന ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായി. ലോകത്ത് നടക്കാത്ത കാര്യമാണ് ഒരു ഗവൺമെന്റ് ഒരു വിശ്വാസി സമൂഹത്തിനെതിരിൽ അങ്ങേയറ്റം വ്യാജമായ ആരോപണങ്ങൾ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖയായി ധവളപത്രമായി ഇറക്കുകയുണ്ടായി പാകിസ്ഥാനിൽ. അതിന് അദ്ദേഹം നിരവധി കുത്തുബകളിലൂടെ മറുപടി നൽകി, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ എല്ലാ ആരോപണങ്ങളെയും, പ്രത്യേകിച്ച് അസ്ലം ഖുറൈശിയുടെ വധത്തെ സംബന്ധിച്ച ആരോപണങ്ങളെയും ഈ ഉന്നയിക്കപ്പെടുന്ന മുഴുവനും ആരോപണങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഈ ഒരു ആരോപണം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മുബാല നടത്തുവാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാള ഭരണാധികാരിയായ സിയാഉൽ-ഹക്കിനെയും അവിടുത്തെ മതകോടതി ജഡ്ജിമാരെയും അവിടുത്തെ ഭരണകൂടത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന വേറൊരു സംഘടനയുടെ നേതാക്കളെയും എല്ലാം ചേർത്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം മുബാരക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമീറുൽ മുഅ്മിനീന്റെ മുബാലയുടെ ഒന്നാമത്തെ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ അസ്ലം ഖുറൈശിയെ ഖാദിയാനി ഖലീഫ കൊന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള അന്തിമമായ പദ്ധതികളുടെ പുരോഗതി, ആ പദ്ധതി പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുബാല പ്രഖ്യാപനം ഉണ്ടായത്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അത്ഭുതകരമായ നിലയിൽ മുബാല പ്രഖ്യാപിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ അപ്രത്യക്ഷനായി അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം കൊല്ലിച്ചതാണെന്ന് തീരുമാനിച്ച രൂപത്തിൽ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അത്ഭുതകരമായി തിരോധാനം ചെയ്ത അസ്ലം ഖുറൈശി പാകിസ്ഥാൻ പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ട അസ്ലം ഖുറൈശിയെ പാക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാൻ ടെലിവിഷന്റെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അസ്ലം ഖുറൈശിയാണ്. താങ്കൾ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ പാകിസ്ഥാനിൽ ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ ആ അഭിലാഷം അത് പൂർത്തിയാവുന്നില്ല, ഇസ്ലാമികവൽക്കരണത്തിന് വേഗത ഇല്ല എന്നതുകൊണ്ട് ഞാൻ അസ്വസ്ഥനായിരിക്കെ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇറാൻ അതിർത്തിയിൽ പോയി ഇറാന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, യുദ്ധമുന്നണിയിലായിരുന്നു. ഇപ്പോൾ എനിക്ക് തിരിച്ചു വരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ അസ്ലം ഖുറൈശി പ്രത്യക്ഷപ്പെട്ട വാർത്ത മാധ്യമം പത്രവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര അത്ഭുതകരമാണ്. ഇവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നതന്മാരുടെയും ബുദ്ധിക്ക് അല്ലാഹു മറയിട്ടു എന്ന് പറയണം. കാരണം വേണമെങ്കിൽ ഒരു രാഷ്ട്രത്തലവൻ തന്നെ മുന്നിട്ടിറങ്ങി ഖാദിയാനി ഖലീഫ കൊല്ലിച്ചിരിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ വിധവക്ക് വണക്കി നൽകുകയും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ മാപ്പുസാക്ഷിയെ ഉണ്ടാക്കി ഇന്റർപോൾ മുഖേന അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സമയത്ത് ഈ പ്രത്യക്ഷപ്പെട്ട അസ്ലം ഖുറൈശിയെ പട്ടാള ഓഫീസർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അദ്ദേഹത്തെ വധിച്ചു കളയാം, എന്നിട്ട് അജ്ഞാതമായ നിലയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചുകൊണ്ട്
ആ അസ്ലം ഖുറൈശിയുടെ വരവിനെ, അസ്ലം ഖുറൈശിയുടെ സംഭവത്തെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ ഖാദിയാനി ഖലീഫ തന്നെ കൊല്ലിച്ചു എന്ന് സ്ഥാപിക്കാൻ അവർക്ക് ഈ അസ്ലം ഖുറൈശിയെ, പ്രത്യക്ഷപ്പെട്ട അസ്ലം ഖുറൈശിയെ ലോകത്ത് മറ്റാരും അറിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ പണി കഴിക്കാം. പക്ഷെ അള്ളാഹു അവരുടെ ബുദ്ധിക്ക് മറയിട്ടു. പ്രകാരം സൗർ ഗുഹയുടെ ഗുഹാമുഖത്തെത്തിയ മക്കയിലെ കുഫാറുകളെ ആ ഗുഹയിലേക്കൊന്ന് കുനിഞ്ഞു നോക്കുവാനുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അള്ളാഹു തടഞ്ഞു നിർത്തിയോ എന്നതുപോലെ അസ്ലം ഖുറൈശിയെ ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് പണി തീർക്കാം. പക്ഷെ അള്ളാഹു അവർ സമ്മതിച്ചില്ല. പാകിസ്ഥാൻ ടെലിവിഷന്റെ മുമ്പാകെ കൊണ്ടുവന്നു ലോകം മൊയ്ക്കെ അസ്ലം ഖുറൈശിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയെയും ജമാഅത്തിനെയും പരിപൂർണമായി ഈ ഒരു ആരോപണത്തിൽ നിന്നും കുറ്റവിമുക്തരാക്കി. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു പ്രവർത്തനം, മുബാലയുടെ ഏറ്റവും വലിയ ഒരു അടയാളം അതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.